പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേല്യരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രയീമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേലിയർ കാണുകയും ചെയ്തു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ വിലയേറിയ വചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വചനം ജഡമായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ എല്ലായ്പ്പോഴും നോക്കി അങ്ങയെ അറിയുവാനും മനസ്സിലാക്കുവാനും നിന്റെ വഴിയിൽ എല്ലായ്പ്പോഴും ആയിരിക്കാനും തക്കവണ്ണം നീ ഞങ്ങൾക്ക് കൃപ തന്ന് വഴി നടത്തണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. 430 സംവത്സരക്കാലം മിസ്രയീമ്യ അടിമത്തത്തിൽ കിടന്നതായ ജനത്തെ യഹോവയായ ദൈവം മോശയുടെ നേതൃത്വത്തിൽ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാനായി ജനത്തെ വിട്ടയപ്പാൻ ഫറവോനോട് ആവശ്യപ്പെടുവാൻ കൽപ്പിച്ചു. മോശ ആദ്യം പല രീതിയിലുള്ള ഒഴികഴിവുകളൊക്കെ പറഞ്ഞു. ഒടുവിൽ ദൈവം അവനെ തന്നെ ഈ ചുമതല ഏൽപ്പിച്ചു. മോശ ഫറവോന്റെ അടുക്കൽ ചെന്നു ഫറവോനോട് പറയുന്നു, എൻ്റെ ജനത്തെ ആരാധിക്കുവാനായിട്ട് വിട്ടയക്കണമെന്ന് യഹോവയായ ദൈവം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണം. ഉടനെ ഫറവോൻ പ്രതികരിക്കുകയാണ്, യഹോവ പറഞ്ഞാൽ ഈ ജനത്തെ വിട്ടയക്കത്തക്കവണ്ണം യഹോവ ആര്? എൻ്റെ ചിന്ത മോശയുടെ ആദ്യകാല സ്വഭാവമായിരുന്നുവെങ്കിൽ ഉടനെ തന്നെ മോശ യഹോവ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമായിരുന്നു. എന്നാൽ ഈ സമയമായപ്പോഴേക്കും മോശ ഭൂലോകത്തിലേക്കും സൗമ്യനായ മനുഷ്യനായി ദൈവം അവനെ രൂപാന്തരപ്പെടുത്തി സൗമ്യത പഠിപ്പിച്ച ശേഷമാണ് ഈ ജനത്തെ വിടുവിക്കുവാനായിട്ട് ദൈവം മോശയെ നിയോഗിക്കുന്നത്. യഹോവ ആര് എന്നുള്ളതായ ഫറവോന്റെ ചോദ്യം മോശയെ വളരെയധികം ദുഃഖിപ്പിച്ചു, വേദനിപ്പിച്ചു. മോശയുടെ ഭാരമെല്ലാം ദൈവത്തോടെ അറിയിച്ചു. ദൈവം ആര് എന്നുള്ള ചോദ്യത്തിന് യഹോവയായ ദൈവം ഉത്തരം കൊടുക്കുവാൻ തുടങ്ങുന്നു. പല രീതിയിലുള്ളതായ ബാധകൾ മിസ്രയീമ്യരെ ബാധിക്കുന്നു. ഒന്നാമത്തെ ബാധ വെള്ളം രക്തമായി തീർന്നു. ജനമെല്ലാം പൊറുതിമുട്ടി ദാഹജലം പോലും ലഭിക്കാത്തതായിട്ടുള്ള സാഹചര്യത്തിലായി തീർന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ ബാധ നീങ്ങിപ്പോയി. ഫറവോന്റെ ഹൃദയം വീണ്ടും കഠിനമാവുകയാണ്. രണ്ടാമതായി ദേശത്ത് മുഴുവനും തവള വ്യാപിക്കട്ടെ എന്ന് പറഞ്ഞു. തവള ദേശത്ത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എല്ലായിടവും തവള നിറഞ്ഞു കഴിഞ്ഞു. രാജാവിൻ്റെ കൊട്ടാരത്തിലും മന്ത്രിമാരുടെ വാസസ്ഥലത്തും ജനങ്ങളുടെ ഇടയിലും എല്ലാം തവള ശല്യമായി തീർന്നു. രാജാവ് രാവിലെ എഴുന്നേറ്റപ്പോൾ തൻ്റെ കിടക്കയിലാകെ തവളയാണ്. നെഞ്ചത്ത് തവള, തലേ തവള. വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ച് മേശയുടെ അടുത്ത് ചെന്നപ്പോൾ മേശപ്പുറത്തും പ്ലേറ്റിലും വട്ടിയിലും കൊട്ടയിലും എല്ലാം തവള. തവളയെക്കൊണ്ട് രാജാവ് മുതൽ ജനം വരെയും പൊറുതിമുട്ടി. ഉടനെ ഫറവോൻ ആള് വിട്ട് മോശയെ വിളിപ്പിക്കുന്നു. മോശയെ വിളിച്ചുകൊണ്ട് വരുവാൻ പറഞ്ഞു. ആള് പോയി മോശയെ വിളിച്ചുകൊണ്ടുവന്നു. ഫറവോന്റെ അടുക്കൽ മോശ എത്തിച്ചേർന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഈ തവളകളൊക്കെ നീങ്ങിപ്പോകുവാൻ നീ നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് മോശയോട് കൽപ്പിച്ചു.
ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ഫറവോൻ ചോദിച്ചു, നീ പറയുന്ന ദൈവം യഹോവ ആരെന്ന്. മോശെ ഉത്തരവൊന്നും കൊടുത്തില്ല. ഈ ഫറവോന്റെ രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടായപ്പോൾ മോശെ വിട്ട് വിളിപ്പിച്ച് ഫറവോൻ പറയുന്നു, നീ നിന്റെ ദൈവത്തോടെ പ്രാർത്ഥിക്കണമെന്ന്. അവന്റെ രാജ്യത്തൊരു പ്രശ്നമുണ്ടായപ്പോൾ വിട്ട് മോശയെ വിളിപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ നിന്ദിക്കുകയും ദുഷിക്കുകയും പഴിക്കുകയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെയൊക്കെ പല രീതിയിൽ നിന്ദിക്കുകയും ചെയ്യുന്നവർക്ക് ഉത്തരം കൊടുക്കേണ്ട ചുമതല നമുക്കില്ല. എൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അവനൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അവൻ നിന്നെ വിട്ട് വിളിപ്പിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കും. അങ്ങനെ മോശ വന്ന് നിന്നു. മോശയോട് ഫറവോൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കണമെന്ന്. മോശ ചോദിക്കുന്നു, എപ്പോൾ പ്രാർത്ഥിക്കണം? നാളെ. തവളശല്യം കൊണ്ട് സഹികെട്ടിട്ട് അത് നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥനയ്ക്കായിട്ട് മോശയെ വിട്ട് വിളിപ്പിച്ച് മോശ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോൾ പറയുകയാണ്, ഇപ്പൊ പ്രാർത്ഥിക്കണ്ട, നാളെ പ്രാർത്ഥിച്ചാൽ മതി. ഇന്നുകൂടെ ഞങ്ങൾ ഈ തവളയുടെ കൂടെ കഴിഞ്ഞുകൊള്ളാമെന്ന്. എന്താ മാനസാന്തരപ്പെടുന്നത്? നാളെ. ഇന്നുകൂടെ ഞങ്ങൾ ഈ രീതിയിലുള്ള പാപ സ്വഭാവത്തിലും ജീവിതത്തിലും വസിച്ചുകൊള്ളാം, അതാ ഞങ്ങൾക്ക് സുഖം. അതുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം തരുമ്പോൾ നാളെ 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 എന്ന് പറഞ്ഞ് നമ്മൾ നീട്ടിവെക്കുവാൻ പാടില്ല. നാളെ എന്ന ഒന്നൊരു പക്ഷേ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഇപ്പോൾ തന്നെ സുപ്രസാദ കാലം, ഇപ്പോൾ തന്നെ രക്ഷാ ദിവസം. അങ്ങനെ ദൈവം നൽകി തരുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവസന്നിധിയിൽ വിനയപ്പെടുവാനും വിധേയപ്പെടുവാനും നമുക്ക് കഴിയണം. അങ്ങനെ ബാധകൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരുന്നു. മോശ പ്രാർത്ഥിക്കും, ബാധകൾ നീങ്ങും. ബാധകൾ ഓരോന്നോരോന്നായിട്ട് നീങ്ങിക്കഴിയും തോറും ഫറവോന്റെ ഹൃദയം ഇങ്ങനെ കഠിനമായിക്കൊണ്ടിരിക്കുക. അവസാനമായി സംഹാര ദൂതനെ ദൈവം അയക്കുന്നു. സംഹാര താണ്ഡവം നടക്കുകയാണ്. ആദിജാതന്മാരെല്ലാം കൊല്ലപ്പെടുകയാണ്. മിസ്രയീമിലെ ആദിജാതന്മാരെല്ലാം കൊല്ലപ്പെട്ടു. ഇസ്രയേല്യരുടെ കൂടാരങ്ങളില് അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടിരുന്നതിനാൽ അവിടെ സംഹാരതാണ്ഡവം നടന്നില്ല. അങ്ങനെ മിസ്രയീമിലെ ആദിജാതന്മാരെല്ലാം കൊല്ലപ്പെട്ടു. വലിയ നിലവിളി മിസ്രയീമില് ഉയർന്നു. ഫറവോൻ ജനത്തെ വിട്ടയക്കത്തക്കവണ്ണം മനസ്സിന് രൂപാന്തരം വന്നു. മോശയെ വിളിച്ച് ദൈവത്തെ ആരാധിപ്പാനായിട്ട് ജനങ്ങളെ കൊണ്ട് പുറപ്പെടുക എന്ന് പറയുന്നു. അവർ വളരെയധികം താല്പര്യത്തോടും സന്തോഷത്തോടും കൂടെ ദൈവത്തെ ആരാധിപ്പാനായിട്ട് അവിടെ നിന്ന് ഫറവോന്റെ അനുവാദത്തോടുകൂടി യാത്ര പുറപ്പെട്ടു. തീർച്ചയായിട്ടും അവർ അന്ന് പാടിക്കാണും, ഫറവോനു ഞാനിനി അടിമയല്ല, പരമ സിയോനിൽ ഞാൻ അന്യനല്ല, എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതനു ഞാൻ അടിമയല്ല. സംഹാരദൂതൻ എന്നെ വിട്ടുപോയി, ഫറവോന് ഞാൻ ഇനി അടിമയല്ല എന്നുള്ള സന്തോഷത്തോടുകൂടെ ഈ ജനം മോശയുടെ നേതൃത്വത്തില് മിസ്രയീമിൽ നിന്നും യാത്ര പുറപ്പെട്ടു. വളരെ പെട്ടെന്നായിരുന്നു. അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ അവരുടെ യാത്രയിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. അവരാദ്യം ചെങ്കടൽ തീരത്ത് എത്തിച്ചേരുന്നു. ചെങ്കടൽ തീരത്ത് എത്തിച്ചേർന്നപ്പോൾ ഉള്ള സന്തോഷത്തോടുകൂടെ പുറപ്പെട്ട ജനമാണ്. എല്ലാവരും അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, എല്ലാവരും ആരാധനയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ചവർ. അവർ പ്രതിസന്ധിയുടെ മുൻപിലായി.
ജനം അവിടെ നിന്ന് നിലവിളിക്കുവാൻ തുടങ്ങുകയാണ്. നേതൃത്വം വരെയും അവിടെ നിന്ന് നിലവിളിക്കുന്നു. ആ സമയത്ത് യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, നീ നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. ദൈവം ആര് എന്നുള്ളതായ 3-4 ചിന്തകൾ ഈ ഭാഗത്ത് നിന്ന് ഞാൻ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു പ്രതിസന്ധിയിൽ ദൈവജനം ആയിത്തീരുമ്പോൾ ദൈവം എവിടെ, ഹു ഈസ് ഗോഡ് എന്നുള്ളതിനെ കുറിച്ച് 4 ചിന്തകൾ. ഒന്നാമതായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, ഗോഡ് ഈസ് വൺ ഹു കമാൻഡ്സ്. ദൈവം ആരെന്ന് ചോദിച്ചാൽ അവൻ ചിലതൊക്കെയും കൽപ്പിക്കുന്നവനാണ്. ദൈവം ഈ പ്രതിസന്ധിയിൽ കൽപ്പിക്കുകയാകുന്നു, യു സ്റ്റാൻഡ് സ്റ്റിൽ, നീ ഉറപ്പും ധൈര്യമുള്ളവനായി നിൽക്കുക എന്നാണ് മോശയോടും ജനങ്ങളോടും യഹോവയായ ദൈവം കൽപ്പിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം ഒരു പ്രതിസന്ധിയിലായി തീരുമ്പോൾ 3 വിധത്തിലുള്ളതായ ശബ്ദങ്ങൾ ഞാനും നിങ്ങളും കേൾക്കുമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഒന്നാമത്തെ ശബ്ദം ഭീരുത്വത്തിന്റെ ശബ്ദമാണ്. നമ്മൾ ഭീരുക്കളായി പോകും. ഭീരുത്വത്തിന് നമ്മോട് പറയുവാനായിട്ടുള്ളത് പുറകോട്ട് പോരുവാനാണ്. നീ ഇനി മുൻപോട്ട് പോകണ്ട, പുറകോട്ട് മടങ്ങിപ്പോരുക. രണ്ടാമതായി കേൾക്കുന്ന ഒരു ശബ്ദമാണ് നിരാശ. നാം നിരാശിതരായി തീർന്നു പോകും. പലപ്പോഴും പല രീതിയിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുമ്പോൾ നിരാശയ്ക്ക് എന്നോടും നിങ്ങളോടും എപ്പോഴും പറയുവാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, ഉപേക്ഷിക്കുക. നീ തുടങ്ങിയ നല്ല കാര്യങ്ങൾ, പുതിയ നല്ല പദ്ധതികൾ, നല്ല തീരുമാനങ്ങൾ എല്ലാം നീ ഉപേക്ഷിച്ചു കളയുക. ചിലപ്പോൾ നിരാശ നമ്മുടെ ജീവിതം പോലും ഉപേക്ഷിച്ചു കളയുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെടും. അതുകൊണ്ടാണ് ആത്മഹത്യകളുടെ എണ്ണം ഇന്ന് ചുറ്റുപാടുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതം നിരാശാഭരിതമായി തീർന്നു പോകും. യാതൊരു പ്രതീക്ഷയുമില്ലാതെ ആയിത്തീരും. നിരാശ പറയും, നീ ഉപേക്ഷിച്ചു കളഞ്ഞേക്കാൻ. മൂന്നാമത് വളരെ മന്ദമായ ഒരു ശബ്ദം ഞാനും നിങ്ങളും ശ്രവിക്കും. അത് ദൈവശബ്ദമാണ്. ദൈവശബ്ദത്തിന് എന്നോടും നിങ്ങളോടും എല്ലായ്പ്പോഴും പറയുവാനായിട്ടുള്ളത്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. യു സ്റ്റാൻഡ് സ്റ്റിൽ. സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിന്റെ സങ്കീർണതയുടെ മധ്യത്തില് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുവാനായിട്ടാണ് ദൈവശബ്ദത്തിന് എന്നോടും നിങ്ങളോടും എപ്പോഴും പറയുവാനായിട്ടുള്ളത്. ഹു ഈസ് ഗോഡ്? ഗോഡ് ഈസ് വൺ ഹു കമാൻഡ്സ്. ദൈവം ചിലതൊക്കെയും പ്രതിസന്ധികളുടെ മധ്യത്തിൽ എന്നോടും നിങ്ങളോടും കൽപ്പിക്കും. ഭീരുത്വവും നിരാശയും നമ്മെ പുറകോട്ടടിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവശബ്ദത്തിൽ എന്നോട് നിങ്ങളോടും ഒരു കാര്യം പറയുവാനുണ്ട് എന്നുള്ളത് നാം കേൾക്കണം, ശ്രവിക്കണം. ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് നാം ഇരിക്കണം. രണ്ടാമതായിട്ട്, ഹു ഈസ് ഗോഡ് എന്ന് ചോദിച്ചാൽ, ഗോഡ് ഈസ് വൺ ടു കമാൻഡ്സ് ടു ഗോ ഫോർവേഡ്. മുൻപോട്ട് പോകുവാനായിട്ട് ദൈവശബ്ദം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നു. ദൈവം ആരെന്ന് ചോദിച്ചാൽ നാം മുൻപോട്ട് തന്നെ യാത്ര തുടരുക എന്നാണ്. മുൻപോട്ട് യാത്ര ചെയ്യുവാനായിട്ടാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ച് ഓരോരോ ഇടങ്ങളിലാക്കിയിരിക്കുന്നത്. ഡോക്ടർ സ്റ്റാൻലി ജോൺസ് സാധാരണയായി പറയും, ഒരു വിശ്വാസി വീണാൽ പോലും മുൻപോട്ട് മാത്രമേ വീഴുവാൻ പാടുള്ളൂ. നാം വീണാൽ പോലും മുൻപോട്ടായിരിക്കണം. നാം പുറകോട്ട് വീണു കഴിഞ്ഞാൽ ആ വീഴ്ച വലിയതായിരിക്കും. അതൊരു പക്ഷേ ജീവിതം തന്നെ അവസാനിക്കുന്നതായിരിക്കും. മുൻപോട്ട് വീണാൽ
കൈകുത്തി നിൽക്കാം, പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാം. അതുകൊണ്ട് ഒരു വിശ്വാസി വീണാൽ പോലും മുൻപോട്ട് മാത്രമേ വീഴുവാൻ പാടുള്ളൂ. ദൈവം നമ്മോട് കൽപ്പിക്കുന്നു, യു ഗോ ഫോർവേഡ്, മുൻപോട്ട് യാത്ര ചെയ്യുക. മുൻപോട്ടുള്ള ഗമനത്തിനായിട്ട് എന്നെയും നിങ്ങളെയും ദൈവം ഓരോരോ സ്ഥാനങ്ങളിൽ വിളിച്ചാക്കിയിരിക്കുന്നിടത്ത് പുറകോട്ട് യാത്ര ചെയ്തു പോയാൽ ഞാനും നിങ്ങളും ശത്രുവിനാൽ പിടിക്കപ്പെടുന്നവരായിത്തീരും. ഓസ്ട്രേലിയയിൽ ഒരുതരം പ്രത്യേക മുയലുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് വളരെ ചെറിയ ജീവിയാണ്, എങ്കിലും വളരെ ശീഘ്രഗതിയിൽ ഓടുകയും ജീവിതത്തില് വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ജീവിയാണ്. അതൊരിക്കലും മലിനമായ പദാർത്ഥങ്ങൾ ആഹരിക്കുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിൻ്റെ കൈകാലുകൾ ഉറപ്പിക്കുകയോ ചെയ്യുകയില്ല. ഈ ശീഘ്രഗതിയിൽ പായുന്നതായ ഈ ചെറിയ ജീവികളെ ബുദ്ധിമാന്മാരായ നായാട്ടുകാരെ എങ്ങനെയാണ് പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ചെറിയ ജന്തു ഇര തേടി മാളത്തിന് പുറത്ത് പോകുമ്പോൾ ഈ മാളത്തിന് ചുറ്റുമായിട്ട് മലീമസമായ പദാർത്ഥങ്ങൾ ഈ നായാട്ടുകാർ ഇങ്ങനെ വാരി വിതറിയുന്നു. എന്നിട്ട് ഈ നായാട്ടുകാർ അവരുടെ വേട്ടപ്പട്ടിയെയും കൊണ്ട് ഈ ചെറിയ ജന്തുവിനെ ഓടിക്കും. ഈ ചെറിയ ജന്തു പ്രാണരക്ഷാർത്ഥം അവയുടെ മാളങ്ങളെ ലാക്കാക്കി ഓടും. ഓടി ഓടി മാളത്തിന്റെ അടുക്കൽ വരുമ്പോൾ അത് അറയ്ക്കുന്നതായ മലീമസമായ പദാർത്ഥങ്ങൾ മാളത്തിന് ചുറ്റും വാരി വിതറിയിരിക്കുന്നതായി കാണുകയും അവിടെ കൈകാലുകൾ കുത്തുവാൻ അറച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞ് ഓടുകയും ചെയ്യുന്നു. മുൻപോട്ടുള്ള ഈ ചെറിയ ജന്തുവിന്റെ ഓട്ടം പുറകോട്ട് ആയിക്കഴിയുമ്പോൾ ശത്രുവിനാൽ ഈ ചെറിയ ജീവി പിടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മുൻപോട്ടോടുവാനായിട്ട്, യാത്ര ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കും. പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും നിരാശകളും ആദി വ്യാധി വ്യഗ്രതകളുമൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും പുറകോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ശത്രുവിനാൽ പിടിക്കപ്പെട്ടു പോകും എന്നുള്ള യാഥാർത്ഥ്യം ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഹു ഈസ് ഗോഡ് എന്ന് ചോദിച്ചാൽ ദൈവം ചിലതൊക്കെയും എന്നോടും നിങ്ങളോടും കൽപ്പിക്കുന്നവനാണ്. മൂന്നാമതായി ഹു ഈസ് ഗോഡ്, അതിനുത്തരമായിട്ട് ഈ ഭാഗം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് ഗോഡ് ഈസ് വൺ ഹു ലീഡ്സ് ത്രൂ ഡ്രൈ ലാൻഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ട്രബിൾഡ് വാട്ടേഴ്സ്. പ്രശ്ന സങ്കീർണമായിട്ടുള്ളതായ ചെങ്കടലിൽ ചെങ്കൽ പാതയൊരുക്കി വഴി നടത്തുന്നവനാണ് നമ്മുടെ ദൈവം. ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടി ഇറങ്ങിത്തിരിച്ചു. യാത്ര ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആർത്ത ഇരമ്പുന്നതായ ചെങ്കടൽ മുൻപിലൊരു വലിയ പ്രശ്നമായിട്ട്, പ്രോബ്ലമായിട്ട് നിൽക്കുന്നു. പുറകോട്ട് പോകാമെന്ന് വെച്ചാൽ അവരാരെ വിട്ട് ഓടിപ്പോന്നു? ആ ഫറവോന്റെ സൈന്യവ്യൂഹം അവരെ ബന്ദികളാക്കി കൊണ്ടുപോകുവാൻ അനുധാവനം ചെയ്യുന്നു. മുൻപോട്ട് പോകുവാനും പുറകോട്ട് പോകുവാനും ഈ ജനത്തിന് സാധ്യമല്ലാതെ വരുന്നു. ഈ ദൈവം ഇവിടെ ആരെയെന്ന് ചോദിച്ചാൽ, ഹി ലീഡ്സ് ത്രൂ ഡ്രൈ ലാൻഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ട്രബിൾഡ് വാട്ടേഴ്സ്. പ്രശ്ന സങ്കീർണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ, യാഥാർത്ഥ്യങ്ങളിൽ അവൻ നമ്മെ ചെങ്കൽ പാതയൊരുക്കി വഴി നടത്തുവാൻ മതിയായവനായ ദൈവമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ കടൽ ആയിരുന്നു ഇസ്രായേൽ ജനങ്ങളുടെ പ്രശ്നം. കടൽ എല്ലാ ചരിത്രങ്ങളിലും ഒരു ഭീതിയുടെ അനുഭവമാണ്
മനുഷ്യന് നൽകുന്നത്. ബാബിലോണിയൻ മിത്ത് അനുസരിച്ച് തിയാമത്തെന്നും മാർദൂക്ക് എന്നും പറയുന്നതായ രണ്ട് ദേവന്മാർ തമ്മിൽ നടന്ന യുദ്ധത്തില് തിയാമത്ത് എന്ന് പറയുന്ന കുഴപ്പങ്ങളുടെ ദേവനെ മാർദൂക്ക് എന്ന് പറയുന്നതായ സൃഷ്ടിയുടെ ദേവൻ രണ്ടായി വെട്ടിമുറിച്ച് തള്ളിക്കളഞ്ഞ സ്ഥലമാണ് കടൽ. ഈജിപ്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂമിയെ ഫലപുഷ്ടമാക്കി തീർക്കുന്ന നൈൽ നദിയെ ഊറ്റിക്കുടിക്കുന്ന രക്തരക്ഷസാണ് കടൽ. കേരള സാഹിത്യത്തിലും ചിന്തയൊട്ടും വിഭിന്നമല്ല. തകഴി പാടി പിഴച്ച പെണ്ണിനെ കടലമ്മ കൊണ്ടുപോയി. പിഴച്ചവർ താമസിക്കുകയും ആവസിക്കുകയും ചെയ്യുന്ന ഇടമാണ് കടൽ എന്നുള്ള ചിന്തയാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇതാ ഇസ്രായേൽ ജനങ്ങൾക്കും ഭീതിയും പ്രയാസവും മുൻപോട്ടുള്ള ഗമനത്തിന് തടസ്സവുമായി തീർന്നത് കടലായിരുന്നു. സീ വാസ് എ പ്രോബ്ലം എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ കടൽ അവർക്കൊരു പ്രതിസന്ധിയായി തീർന്നു. ഈ പ്രതിസന്ധിയിൽ ഹു ഈസ് ഗോഡ്, വൺ ഹു ലീഡ്സ് ത്രൂ ഡ്രൈ ലാൻഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ട്രബിൾഡ് വാട്ടേഴ്സ്. പ്രശ്നസങ്കീർണമായ കടലില് ചെങ്കൽ പാതയൊരുക്കി ഈ ദൈവം ജനത്തെ വഴി നടത്തി. അന്ന് ഈ ജനത്തിന് പ്രതിസന്ധിയായിരുന്ന ഈ കടലിനെ ദൈവം കൽപ്പിച്ച് രണ്ടായി വിഭാഗിക്കുകയാണ്. കടലിലെ ജനം രണ്ടു ഭാഗത്തും വലിയ മതിൽ ഭിത്തികളായിട്ട് രൂപാന്തരപ്പെട്ടു. ഈ ജനം അവർക്ക് പ്രശ്നമായിരുന്ന ഈ ചെങ്കടലിന്റെ നടുവിൽ കൂടെ നടന്ന് അക്കരെ കയറി. The problem became their protection. അവർക്ക് പ്രശ്നം ചെങ്കടലായിരുന്നു. ആ ചെങ്കടലിലെ ജലത്തെ അവരെ സംരക്ഷിക്കുന്നതിനുള്ളതായ മതിൽ ഭിത്തികളാക്കി എൻ്റെ ദൈവം രൂപാന്തരപ്പെടുത്തി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ ചെങ്കടൽ പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതിനെ തരണം ചെയ്യുമെന്ന് ഞാനും നിങ്ങളും ഭാരപ്പെടുമ്പോൾ നാം നേരിടുന്ന പ്രശ്നത്തെ നമ്മെ സംരക്ഷിക്കുന്നതിനുള്ളതായ മതിൽ ഭിത്തികളാക്കി എൻ്റെ ദൈവം രൂപാന്തരപ്പെടുത്തി വഴി നടത്തും. ഈ ജനം ചെങ്കടലിൽ കൂടെ നടന്ന് അക്കരെ കയറി. അവരുടെ ശത്രു ഫറവോന്റെ സൈന്യവ്യൂഹവും അവരുടെ പിന്നാലെ ചെങ്കടലിലേക്ക് ഇറങ്ങി യാത്ര തുടങ്ങി. ആ സമയത്ത് മോശ വീണ്ടും വടി തിരിച്ച് നീട്ടിയപ്പോൾ ചെങ്കടൽ പൂർവസ്ഥിതിയെ പ്രാപിക്കുന്നു. ഫറവോന്റെ സൈന്യവും സൈന്യവ്യൂഹവും രഥങ്ങളും എല്ലാം ആ ചെങ്കടലില് മുങ്ങിച്ചാകുകയായി. പ്രശ്നം എന്നെയും നിങ്ങളെയും സംരക്ഷിക്കുമ്പോൾ ആ പ്രശ്നം നമ്മുടെ ശത്രുവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. God is one who leads through dry land in the midst of troubled waters. പ്രശ്നസങ്കീർണമായിട്ടുള്ള അനേക ജീവിത സാഹചര്യങ്ങളെ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്നവരാണ്. നമ്മുടെ പ്രശ്നങ്ങൾ എന്തും ഏതും എങ്ങനെയുമായിരിക്കട്ടെ, ആ പ്രശ്നങ്ങൾ എന്നെയും നിങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ളതായ മതിൽ ഭിത്തികളാക്കി ദൈവം രൂപാന്തരപ്പെടുത്തി തരും. അവസാനമായി ഒരു ചിന്ത കൂടെ. Who is God? One who works all the night. God is one who works all the night. നിന്റെ ജീവിതത്തിന്റെ രാത്രിയുടെ നിമിഷങ്ങൾ നീങ്ങിക്കിട്ടുന്നത് വരെയും നിനക്ക് വേണ്ടി അധ്വാനിക്കുന്നവനായ ഒരു ദൈവത്തെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ ഉണങ്ങിയ നിലമാക്കി. ജനം ഒരു പ്രതിസന്ധിയിലായി എന്ന് മനസ്സിലായപ്പോൾ ഈ ജനത്തെ അതിൽ നിന്ന് വിടുവിക്കുവാൻ യഹോവയായ ദൈവം രാത്രി മുഴുവനും ഉറങ്ങാതെയും മയങ്ങാതെയും ഇരുന്ന് ചെങ്കടലിനോട് കൽപ്പിച്ച് ഒരു കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ വിഭാഗിക്കുകയായിരുന്നു
യഹോവയുടെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. പ്രിയമുള്ളവരെയും, ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നമുക്ക് പ്രതിസന്ധികൾ ധാരാളമുണ്ട്, ഭാരങ്ങൾ അനവധിയുണ്ട്. അപ്രതീക്ഷിതമായ പല ജീവിത യാഥാർത്ഥ്യങ്ങൾ ഞാനും നിങ്ങളും നേരിടേണ്ടി വരും. ഇവിടെയൊക്കെയും ദൈവം ആരെന്ന് ചോദിച്ചാൽ അവൻ ചിലതൊക്കെയും നമ്മോട് കൽപ്പിക്കുന്നവനാണ്. ദൈവം കൽപ്പിക്കുന്നത് ഞാനും നിങ്ങളും ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുവാനാണ്. രണ്ടാമതായി ദൈവം കൽപ്പിക്കുന്നത് യു ഗോ ഫോർവേഡ്, മുൻപോട്ട് പോകുവാനാണ്. മുൻപോട്ട് പോകുവാനായിട്ട് വിളിക്കപ്പെട്ട നാം പുറകോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ശത്രുവിനാൽ പിടിക്കപ്പെടും. മൂന്നാമതായി ഈ ദൈവം ആരെന്ന് ചോദിച്ചാൽ വൺ ഹു ലീഡ്സ് ത്രൂ ഡ്രൈ ലാൻഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ട്രബിൾഡ് വാട്ടേഴ്സ്. പ്രശ്ന സങ്കീർണമായിട്ടുള്ള ചെങ്കടലില് ചെങ്കൽ പാതയൊരുക്കി നിന്നെ വഴി നടത്തുന്നവനാണ്. നിനക്ക് പ്രശ്നമായിരിക്കുന്ന കടൽ ജലം നിന്നെ സംരക്ഷിക്കുന്നതിനുള്ളതായ മതിൽ ഭിത്തികളായിട്ട് കർത്താവ് രൂപാന്തരപ്പെടുത്തി തരും. അവസാനമായി ഈ വർക്സ് ഓൾ ദ നൈറ്റ്, എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ പ്രശ്നങ്ങൾ നീങ്ങുന്നത് വരെയും രാത്രിയുടെ യാമങ്ങൾ മുഴുവനായിട്ടും നീക്കിക്കൊണ്ട് ഉറങ്ങാതെയും മയങ്ങാതെയും പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവമാണ്. ഈ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ തകർന്നു പോകാതെ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ ചെയ്ത് സഹായിക്കുമാറാകട്ടെ. ആമീൻ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ വിലയേറിയ വചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളൊക്കെയും അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും അനുനിമിഷം അഭിമുഖീകരിക്കുന്നവരാണ്. അവിടെയൊക്കെയും പലപ്പോഴും ഞങ്ങൾ ദൈവത്തെ സംശയിക്കും, വിശ്വാസ ജീവിതത്തിൽ പതറിപ്പോകും. ഞങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ ദൈവം ഞങ്ങളോട് ചിലതൊക്കെ കൽപ്പിക്കുന്നു. നിന്റെ കൽപ്പനകൾ, നിന്റെ താല്പര്യങ്ങൾ കാതോർത്ത് കേൾക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ മുൻപോട്ട് നയിപ്പാനും നീ ഞങ്ങൾക്ക് കൃപ തരണമേ. നിന്റെ വാക്കുകളനുസരിച്ച് മുൻപോട്ട് നീങ്ങുമ്പോൾ ചെങ്കടലിൽ അവിടുന്ന് ചെങ്കൽ പാതയൊരുക്കി ഞങ്ങളെ വഴി നടത്തും. രാത്രിയുടെ മുഴുവൻ യാമങ്ങളും ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്ന കർത്താവ്, ജീവിത യാഥാർത്ഥ്യങ്ങളിൽ കൂടെ ഇരുന്ന് അന്ത്യം വരെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.